ഹായ് ഓൾ. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് ഇപ്പോൾ തേർഡ് മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂളിനകത്ത് വയർഡ് ലാൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമുക്ക് പറയാനുള്ളത് വയർലെസ് ലാൻസ് ആണ്. വയർലെസ് ലാൻസിനകത്ത് നമുക്ക് രണ്ട് ടെക്നോളജീസാണ് പറയാനുള്ളത്. വയർലെസ് ലാൻസിനകത്ത് ബ്ലൂടൂത്തും സെല്ലുലാർ ടെലിഫോണിയാണ് പറയാനുള്ളത്. അങ്ങനെ രണ്ട് ടെക്നോളജീസാണ് വയർലെസ് ലാൻസിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൂടൂത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബ്ലൂടൂത്തിനകത്ത്. അപ്പോൾ ബ്ലൂടൂത്തിനെ പറ്റി, ഒരു ബ്ലൂടൂത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനകത്ത് എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട്, അതെങ്ങനെ കണക്റ്റ് ആവുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ സിലബസിനകത്ത് വളരെ സ്പെസിഫിക് ആയ ടോപ്പിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ അതേപോലെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വൃത്തിയായിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ ടോപ്പിക്കിനകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും, ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു വയർലെസ് ലാൻ ടെക്നോളജിയാണ്. എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ വയേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, വയർലെസ് ആയിട്ട് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വയേഴ്സ് ഉപയോഗിക്കുന്നില്ലാത്ത കണക്ഷനാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. അതൊരു ലാൻ ടെക്നോളജിയാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ടെലിഫോൺസും നോട്ട്ബുക്സും കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും ക്യാമറാസ് പ്രിൻറ്റേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഡിവൈസസ് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ, അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് മൊബൈൽ ഫോണായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബ്ലൂടൂത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂടൂത്തിനെ നമുക്ക് അഡ്ഹോക്ക് ടെക്നോളജി എന്ന് പറയാം. ബ്ലൂടൂത്തിനെ അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറയാം. അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. നോട്ട് ചെയ്യുക, ബ്ലൂടൂത്ത് ഒരു അഡ്ഹോക്ക് ടെക്നോളജിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കണക്ഷൻ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതാണ് അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് നെറ്റ്വർക്ക് ഈസ് ഫോംഡ് സ്പോണ്ടേനിയസ്ലി. അതാണ് അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ദ ഡിവൈസ് സംടൈംസ് കോൾഡ് ഗാഡ്ജറ്റ്. അപ്പോൾ ആ ഡിവൈസ് നമ്മൾ എന്ത് പറയും? ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നു. ഫൈൻഡ് ഈച്ച് അതർ ആൻഡ് മേക്ക് എ നെറ്റ്വർക്ക്. അപ്പോൾ ഇപ്പോൾ രണ്ട് മൊബൈൽ ഫോൺസ് തമ്മിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ഡിവൈസുകൾ നമ്മൾ എന്ത് പറയും? ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നു. ആ നെറ്റ്വർക്കിന് നമ്മൾ എന്ത് പറയുന്നു? പൈക്കോ നെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കുക. പൈക്കോ നെറ്റ് എന്നാണ് ആ കണക്ഷന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ബ്ലൂടൂത്ത് ലാൻ എന്ന് പറയുന്നത്, A Bluetooth LAN can even be connected to internet if one of the gadgets has its capability. അതായത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിന് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ബ്ലൂടൂത്ത് ടെക്നോളജിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? പെരിഫറൽ ഡിവൈസസിനെ, വയർലെസ് മൗസിനെ, കീബോർഡിനെയൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് സെൻസേഴ്സിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്കതൊക്കെ അറിയാവുന്ന ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ എന്താണ്? സെക്യൂരിറ്റി ഡിവൈസസിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒറിജിനലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എറിക്സൺ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് നെയിംഡ് ബൈ ഓക്കെ, അപ്പോൾ എറിക്സൺ കമ്പനിയാണ് ബ്ലൂടൂത്ത് എന്ന പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് നെയിംഡ് ഫോർ ഹെറാൾഡ് ബ്ലാറ്റൺ എന്ന് പറഞ്ഞ ആളും ആണ് അത് നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബ്ലൂടൂത്ത് ടെക്നോളജി എന്ന ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പ്രോട്ടോകോൾ ഡിഫൈൻഡ് ബൈ ദ IEEE. ഇപ്പം IEEE 802.15 സ്റ്റാൻഡേർഡിനകത്തുള്ള ഒരു പ്രോട്ടോകോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ബ്ലൂടൂത്ത് ടെക്നോളജി. നോട്ട് ചെയ്ത് വെക്കുക. IEEE 802.15 സ്റ്റാൻഡേർഡിനകത്തുള്ള ഒരു പ്രോട്ടോകോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ബ്ലൂടൂത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റാൻഡേർഡ്, ഈ IEEE 802 എന്താണ്, 1.15 എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ഫോർ വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ വയർലെസ് ആയിട്ടുള്ള ലാനിന് അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ഉള്ള സ്റ്റാൻഡേർഡ്സ് ആണ് IEEE 802.15 ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബ്ലൂടൂത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ബ്ലൂടൂത്തിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ബ്ലൂടൂത്തിൻ്റെ ആർക്കിടെക്ചറിനകത്ത് അതിനകത്ത് രണ്ട് ടൈപ്പ് നെറ്റ്വർക്ക്സ് ആണ് ഉള്ളത്. ഓക്കെ, ബ്ലൂടൂത്തിൻ്റെ ആർക്കിടെക്ചറിനകത്ത് അതിനകത്ത് രണ്ട് ടൈപ്പ് നെറ്റ്വർക്ക്സ് ആണുള്ളത്.
പൈക്കോനെറ്റും സ്കാറ്റർ നെറ്റും. ഓക്കെ, 2 ടൈപ്പ് നെറ്റ്വർക്കാണുള്ളത്, പൈക്കോനെറ്റും സ്കാറ്റർ നെറ്റും. ഓക്കെ, പൈക്കോനെറ്റും സ്കാറ്റർ നെറ്റും. ഇനി നമുക്ക് അത് രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആർക്കിടെക്ചറിനകത്ത് നമ്മൾ പറയേണ്ടത് ഈ 2 നെറ്റ്വർക്കിനെ കുറിച്ചാണ്, പൈക്കോനെറ്റും സ്കാറ്റർ നെറ്റും. ഓക്കെ, പൈക്കോനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് നെറ്റ്വർക്കിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈക്കോനെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മോൾ നെറ്റ് എന്ന് പറയും. പൈക്കോനെറ്റ് അല്ലെങ്കിൽ സ്മോൾ നെറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഒരു പൈക്കോനെറ്റിനകത്ത്, അതായത് ഒരു ബ്ലൂടൂത്ത് കണക്ഷനകത്ത്, ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ എവിടെ ഉണ്ടാകുന്നു ആ നെറ്റ്വർക്കിനെ നമുക്ക് പൈക്കോനെറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ എവിടെ ഉണ്ടാകുന്നോ ആ നെറ്റ്വർക്കിന് നമുക്ക് പൈക്കോനെറ്റ് എന്ന് പറയാം. അതായത് 2 ഡിവൈസസ് തമ്മിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിന് നമുക്ക് എന്ത് പറയാം, പൈക്കോനെറ്റ് എന്ന് പറയാം. അപ്പോൾ പൈക്കോനെറ്റിനകത്ത് 8 സ്റ്റേഷൻസ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 8 സ്റ്റേഷൻസ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 8 സ്റ്റേഷൻസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണത്തെ നമ്മൾ പ്രൈമറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തെ നമ്മൾ പ്രൈമറി ആയിട്ട് വെക്കും, ബാക്കിയെല്ലാം എന്താണ്, സെക്കൻഡറീസ് ആണ്. അപ്പം 8 സ്റ്റേഷൻസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണം പ്രൈമറി ആയിരിക്കും, ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരിക്കും. All the secondary stations are synchronized to their clocks and hopping sequence with the primary. പ്രൈമറി ആയിട്ട് എല്ലാത്തിനും കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ദ പൈക്കോനെറ്റ് ഹാൻ ഹാവ് ഓൺലി, അപ്പം ഒരു പൈക്കോനെറ്റിന് ഒറ്റ പ്രൈമറി സ്റ്റേഷനും ഉണ്ടാവുള്ളൂ. അപ്പം ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നത്, ഈ പ്രൈമറി സ്റ്റേഷനും ഇതുപോലെ പ്രൈമറി സ്റ്റേഷനും സെക്കൻഡറി സ്റ്റേഷനും തമ്മിലായിരിക്കും കണക്ഷൻസ് നടക്കുക. അപ്പോൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്ന ഈ ഫുൾ ഡിവൈസസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈക്കോനെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പ്രൈമറി സ്റ്റേഷനും ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ സെക്കൻഡറി സ്റ്റേഷനും ഉണ്ടാകാം. അപ്പോൾ ഈ സെക്കൻഡറി സ്റ്റേഷനും പ്രൈമറി സ്റ്റേഷനും തമ്മിലാണ് എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. 1 to 1 ആയിരിക്കും, അതായത് 1 at a ടൈം. അതാണ് പൈക്കോനെറ്റ്. ഓക്കെ, ഇനി അങ്ങനെ പൈക്കോനെറ്റിനപ്പം മാക്സിമം 7 സെക്കൻഡറീസ് വരാം. അഡീഷണൽ 8 സെക്കൻഡറീസ് ക്യാൻ ബി ഇൻ ദ പാർക്ക്ഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 7 സെക്കൻഡറീസ് വരെ ഒരു പൈക്കോനെറ്റിനകത്ത് വരാം. അപ്പോൾ അഡീഷണൽ 8 വന്നാൽ നമ്മളതിനെ പാർക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പാർക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഇൻ ദ പാർക്ക്ഡ് സ്റ്റേറ്റ് ഈസ് സിങ്ക്രണൈസ്ഡ് വിത്ത് ദ പ്രൈമറി ബട്ട് നോട്ട് ടേക്ക് പാർട്ട്. അപ്പം ഒരു പാർക്ക്ഡ് സ്റ്റേറ്റിലുള്ള സെക്കൻഡറി ഡിവൈസ് നമ്മുടെ പ്രൈമറി ഡിവൈസുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, പക്ഷേ അത് കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ പാർക്ക്ഡ് സ്റ്റേറ്റിൽ നിന്ന് മൂവ് ചെയ്യുന്നതിന് വരെ അത് കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് വയർലെസ് ലാൻ ടെക്നോളജിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനത് ആർക്കിടെക്ചർ പറയാൻ വേണ്ടി 2 കാര്യങ്ങളാണുള്ളത്, പൈക്കോനെറ്റും ഉണ്ട്, പിന്നെ സ്കാറ്റർ നെറ്റും ഉണ്ട്. അപ്പോൾ പൈക്കോനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏതൊരു ബ്ലൂടൂത്ത് കണക്ഷനും നമുക്ക് പൈക്കോനെറ്റ് എന്ന് പറയാം. അതിനകത്ത് 2 ഡിവൈസസ് ആണുള്ളത്, പ്രൈമറി ഡിവൈസസ് ഉണ്ട്, സെക്കൻഡറി ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഒരു നെറ്റിനകത്ത് മാക്സിമം 8 ഡിവൈസസ് വരെ വരാം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം പ്രൈമറിയും ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരിക്കും. പ്രൈമറി ടു സെക്കൻഡറി കണക്ഷൻ 1 to 1 കണക്ഷനാണ്. ഇനി 7, അപ്പം മാക്സിമം 7 സെക്കൻഡറീസ് ആണ് വരിക. അപ്പം 8ാമത്തെ ഒരു സെക്കൻഡറി വന്നാൽ അത് നമ്മൾ പാർക്ക്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റും. ആ പാർക്ക്ഡ് സ്റ്റേറ്റിലുള്ള ഡിവൈസിനും നമുക്ക് ഇവിടെ ഒരു 8ാമത്തെ ഡിവൈസസ് വന്നാൽ നമ്മളതിനെ പാർക്ക്ഡ് സ്റ്റേറ്റിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഈ പാർക്ക്ഡ് സ്റ്റേറ്റിലുള്ള ഡിവൈസിനും പ്രൈമറി ആയിട്ട് കണക്ഷൻ ഉണ്ടാവും, പക്ഷേ അതിനകത്തോടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കണം, നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പാർക്ക്ഡ് സ്റ്റേറ്റ് മാറ്റിയിട്ട് സാധാരണ സെക്കൻഡറി ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെക്കൻഡറിയുടെ കണക്ഷൻ പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, സാധാരണ സെക്കൻഡറി ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തോട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ സെക്കൻഡറി ഡിവൈസസ് ഏതെങ്കിലും ഒരെണ്ണം പാർക്ക്ഡ് സ്റ്റേറ്റിലോട്ട് പോയിട്ട് ഇതിനെ സെക്കൻഡറി ഡിവൈസ് ആക്കി മാറ്റിയാലും മതി. ഇനി സ്കാറ്റർ നെറ്റ് എന്താണെന്ന് നോക്കാം. സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത് പൈക്കോനെറ്റ്സ് ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം. അപ്പം ഒരുപാട് പൈക്കോനെറ്റ്സിനെ കൂടി ചേരുന്നതാണ് സ്കാറ്റർ നെറ്റ്. പൈക്കോനെറ്റ് എന്ന് പറയുന്ന ബ്ലൂടൂത്ത് കണക്ഷൻ്റെ ആ ഒരു ബ്ലൂടൂത്ത് കണക്ഷനുള്ളിൽ വരുന്ന എല്ലാ ഡിവൈസസിനെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ പൈക്കോനെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പൈക്കോനെറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്റ്റേഷൻസ് ഇൻ വൺ പൈക്കോനെറ്റ് ക്യാൻ ബി പ്രൈമറി സ്റ്റേഷൻസ് ഇൻ അനദർ പൈക്കോനെറ്റ്. അതായത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇതിപ്പം ഒരു പ്രൈമറി ആണെന്ന് വിചാരിക്കാം, ഇതിൻ്റെ കൂടെ 2 സെക്കൻഡറീസ് അല്ലെ 3 സെക്കൻഡറീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു പൈക്കോനെറ്റാണ്, കണ്ടല്ലോ, ഇതൊരു പൈക്കോനെറ്റാണ്. ഇനി അടുത്തൊരു പൈക്കോനെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സെക്കൻഡറി സ്റ്റേഷനെ പ്രൈമറി ആക്കിയിട്ട് നമുക്ക് അടുത്ത പൈക്കോനെറ്റുകൾ ഉണ്ടാക്കാം.
ഓക്കെ, അപ്പം ഒരു സ്റ്റേഷനിലെ ഇതൊരു പൈക്കോനെറ്റാണ്, ഇത് വേറൊരു പൈക്കോനെറ്റാണ്. അപ്പോൾ ഒരു സ്റ്റേഷനിലെ സെക്കൻഡറി ഡിവൈസസിനെ ഒരു പൈക്കോനെറ്റിലെ സെക്കൻഡറി ഡിവൈസസിനെ അടുത്ത പൈക്കോനെറ്റിലെ പ്രൈമറി ഡിവൈസസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഞാനിപ്പം പറഞ്ഞത്. ഇപ്പോൾ സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ പൈക്കോനെറ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേഷൻസിന് എ സ്റ്റേഷൻ ക്യാൻ ബി മെമ്പർ ഓഫ് 2 പൈക്കോനെറ്റ്സ്. അപ്പോൾ ഒരു സ്റ്റേഷന് 2 പൈക്കോനെറ്റ്സ് ആകാം. ഓക്കെ, പിന്നെ അപ്പോൾ അതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി ബ്ലൂടൂത്ത് ഡിവൈസ് ഹാസ് ബിൽഡ് ഇൻ ഷോർട്ട് റേഞ്ച് റേഡിയോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഡിവൈസിനകത്ത് ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ആണുള്ളത്, ഷോർട്ട് റേഞ്ച് റേഡിയോ ട്രാൻസ്മിറ്റർ ആണ് ഉള്ളത്. ഓക്കെ, ഒരു ബ്ലൂടൂത്ത് ഡിവൈസിനകത്ത് ഷോർട്ട് റേഞ്ച് റേഡിയോ ട്രാൻസ്മിറ്റർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇത് കറണ്ട് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കറണ്ട് ഡാറ്റ റേറ്റ് 1 Mbps ആണ്, 2.4 GHz ബാൻഡ്വിഡ്ത്ത് ആണ് വരുന്നത്. This means that there is a possibility of inference between IEEE 802.11b wireless LANs and Bluetooth LANs. അപ്പം അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് IEEE 802.15ൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം അതും 802.11 തമ്മിൽ ഒരു ഇൻ്റർഫറൻസിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂടൂത്തിനകത്ത് ലെയേഴ്സിനെ കുറിച്ച് പറയാം. ബ്ലൂടൂത്തിനകത്ത് ലെയേഴ്സ്, അപ്പോൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു നെറ്റ്വർക്കിനകത്തും നമ്മൾ OSI ലെയർ ഒക്കെ പോലെ പല പല ലെയേഴ്സ് ഉണ്ടാവും. ബ്ലൂടൂത്തിനകത്ത് ഏതൊക്കെയാണ് ലെയേഴ്സ് നോക്കാം. ഓക്കെ, സെവറൽ ലെയേഴ്സ് ഉണ്ട്. നമ്മൾ 3 ലെയേഴ്സാണ് ഇതിനകത്ത് ആദ്യമായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? റേഡിയോ ലെയർ, ബേസ് ബാൻഡ് ലെയർ, റേഡിയോ ലെയർ, ബേസ് ബാൻഡ് ലെയർ, പിന്നെ എന്താണ്, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ലെയേഴ്സാണ് പറയാനുള്ളത്. റേഡിയോ ലെയർ ഉണ്ട്, ബേസ് ബാൻഡ് ലെയർ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് റേഡിയോ ലെയർ, ബേസ് ബാൻഡ് ലെയർ, പിന്നെ മുകളിലോട്ടുള്ള ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുക്ക് L2A പ്ലെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റേഡിയോ ലെയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റേഡിയോ ലെയർ ഈസ് റഫ്ലി ഈക്വലൻ്റ് ടു ദ ഫിസിക്കൽ ലെയർ. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് OSI മോഡലിൻ്റെ ഫിസിക്കൽ ലെയറിന് ഈക്വലൻ്റ് ആണ് റേഡിയോ ലെയർ എന്ന് പറയുന്നത്. അപ്പം ലോ പവറാണ്, അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് കേട്ടോ. ഒരു റേഡിയോ ലെയറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. 10 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിനർത്ഥം. പിന്നെ ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്താണെന്നാണ് 2.4 GHz ആണ് ബാൻഡ് വിഡ്ത്ത് വരുന്നത്. അതായത് ബാൻഡ് എന്ന് പറയുന്നത് 79 ചാനൽസ് നമുക്ക് അതായത് ഈ 2.4 GHz 79 ചാനൽസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി FHSS എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് യൂസസ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിസിക്കൽ ലെയറിനകത്ത് ഇൻ്റർഫറൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് FHS ആണ്. FHSS ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ആണ് ഉപയോഗിക്കുന്നത്. ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം ഓരോ ഹോപ്പും 1600 times per second, which means that each device changes the modulation frequency. അപ്പോൾ ഓരോ 1600 സെക്കൻഡിലും ഇതിൻ്റെ മോഡുലേഷൻ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മോഡുലേഷൻ ടു ട്രാൻസ്ഫോം ബിറ്റ്സ് ടു എ സിഗ്നൽ, ബ്ലൂടൂത്ത് ഹാസ് എ സോഫിസ്റ്റിക്കേറ്റഡ് വേർഷൻ ഓഫ് FSK. ഓക്കെ, അപ്പം നമ്മളെന്ത് ചെയ്യണം, ബിറ്റ്സിനെ നമ്മൾ സിഗ്നൽസ് ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ ബ്ലൂടൂത്തിനകത്ത് ബിറ്റ്സിനെ സിഗ്നൽസ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് GFSK ആണ്. ഓക്കെ, അപ്പോൾ GFSK ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗോസിയൻ ബാൻഡ്വിഡ്ത്ത് ഫിൽറ്ററിംഗ് ആണ്. GFSK എന്ന് പറയുന്നത് ഗോസിയൻ ബാൻഡ്വിഡ്ത്ത് ഫിൽറ്ററിംഗ് ആണ്. ഓക്കെ, ഇനി ഫ്രീക്വൻസീസ് നമ്മൾ മെഗാ ഹെർട്സിലാണ് പറയുന്നത്.
മെഗാഹെർട്സിലാണ് ഡിഫൈൻ അക്കോർഡിംഗ് ടു ഫോർമുല. അപ്പോൾ ഫ്രീക്വൻസീസ് നമ്മൾ പറയുന്നത് ഓരോ ചാനലിനും വെച്ചിട്ടാണ്. അപ്പോൾ എഫ് സി ഈക്വൽ ടു 2402 പ്ലസ് എൻ ആണ് നമ്മളതിൻ്റെ ഫ്രീക്വൻസി പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാനലിനകത്തുള്ള ഫ്രീക്വൻസി 2406 മെഗാഹെർട്സ് ആണെങ്കിൽ സെക്കൻഡ് ചാനലിനകത്ത് എന്തായിരിക്കും പ്ലസ് എൻ, അതിൻ്റെ കൂടെ എൻ എത്രയാണ് അതും കൂടെ കൂട്ടുന്നതായിരിക്കും. ഇനി ബേസ് ബാൻഡ് ലെയർ എന്ന് പറയുന്നത്, ബേസ് ബാൻഡ് ലെയർ ഈസ് റഫ്ലി ഈക്വലൻ ടു മാക്സ് അപ്പ് ലെയർ. അപ്പോൾ ലാനിനകത്തുള്ള മാക്സ് അപ്പ് ലെയറിന് ഈക്വൽ ആയിട്ടാണ് ബേസ് ബാൻഡ് ലെയർ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്സസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് TDMA ആണ്. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. TDMA ആണ് ആക്സസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രൈമറി, നമ്മൾ പറഞ്ഞാൽ പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറിയും സെക്കൻഡറിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ടൈം സ്ലോട്ട്സ്, TDMAയുടെ ടൈം സ്ലോട്ട്സ് വെച്ചിട്ടാണ് പ്രൈമറിയും സെക്കൻഡറിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അതിൻ്റെ ആ ടൈം സ്ലോട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് 625 US ആയിരിക്കും. ഓക്കെ, പിന്നെ TDMA, അപ്പം നമ്മൾ പറഞ്ഞു ബ്ലൂടൂത്തിനകത്ത് TDMA ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. TDMA നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് നമ്മളത് പഠിച്ചതാണ്. ഇതൊരു ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ സെക്കൻഡറി in which the secondary and receiver send and receive data but not same time. അതായത് രണ്ടിനും സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാൻ പറ്റിയ സെയിം ടൈം പറ്റില്ല. ഓക്കെ, ഇനി അപ്പോൾ ഇത് മൾട്ടിപ്പിൾ സെക്കൻഡറി കമ്മ്യൂണിക്കേഷൻ്റെ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ടൈം സ്ലോട്ട് 0ൽ ദ പ്രൈമറി സെൻസ് എ ഫ്രെയിം ടു സെക്കൻഡറി 1. അപ്പോൾ ഇതാണ് പ്രൈമറി ടൈം സ്ലോട്ട് 0ൽ സെക്കൻഡറി 1 ഒരു ഡാറ്റ അയക്കുന്നു. അപ്പം ഇൻ ടൈം സ്ലോട്ട് 1 സെക്കൻഡറി 1 സെൻസ് എ ഫ്രെയിം ടു പ്രൈമറി. അപ്പം അറ്റ് എ ടൈം രണ്ട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോരോ ടൈം സ്ലോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ഫിസിക്കൽ ലിങ്ക്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് ടൈപ്പ് ലിങ്ക്സ് ആണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക, രണ്ട് ടൈപ്പ് ലിങ്ക്സ് ആണുള്ളത്. SCQ ലിങ്കും ACL ലിങ്കും. ഓക്കെ, SCQ ലിങ്കും ACL ലിങ്കുമാണ് രണ്ട് ടൈപ്പ് ലിങ്ക്സ്, ഫിസിക്കൽ ലിങ്ക്സ്. ബ്ലൂടൂത്ത് ടെക്നോളജിക്കകത്ത് ഈ ഡിവൈസസ് തമ്മിൽ രണ്ട് ടൈപ്പ് ലിങ്ക്സ് ആണുള്ളത്. SCQ ലിങ്കും ACL ലിങ്കും ആണുള്ളത്. ഓക്കെ, അപ്പോൾ SCQ എന്ന് പറയുന്നത് സിങ്ക്രണസ് കണക്ഷൻ ഓറിയൻറ്റഡ് ലിങ്ക് ആണ് SCQ എന്ന് പറയുന്നത്. ഓക്കെ, യൂസ്ഡ് വെൻ അവോയ്ഡിങ് ലേറ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻറ്റഗ്രിറ്റി. അതായത് ലേറ്റൻസി അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ SCQ ലിങ്ക് ഉപയോഗിക്കുന്നത്. എന്താണ് ലേറ്റൻസി അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, SCQ ലിങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു SCQ ലിങ്കിനകത്ത് ഫിസിക്കൽ ലിങ്ക് നമ്മൾ പ്രൈമറി സെക്കൻഡറി തമ്മിൽ ഒരു ഫിസിക്കൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്പം ബേസിക് യൂണിറ്റ്സ് ഓഫ് കണക്ഷൻസ് ഈസ് 2 സ്ലോട്ട്സ് 1 ഫോർ ഈച്ച് ഡയറക്ഷൻ. അപ്പം അതിന് 2 സ്ലോട്ട്സ് ഉണ്ടാവും. ഓരോ ഡയറക്ഷനിലേക്കും ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി 2 സ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ACL എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് കണക്ഷൻലെസ് ലിങ്കാണ് ACL. അസിൻക്രണസ് കണക്ഷൻലെസ് ലിങ്കാണ് ACL എന്ന് പറയുന്നത്. ഇത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ലേറ്റൻസിയേക്കാൾ കൂടുതൽ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ തെറ്റുകൂടാതെ അവിടെ എത്തണം എന്നുള്ള അതിൻ്റെ പ്രോപ്പറായിട്ട് ഇന്ന ആൾക്ക് തന്നെ എത്തണം എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ACL ലിങ്കാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്രെയിം ഫോർമാറ്റ്. A frame format in the baseband layer can be 3 types. അപ്പം ഫ്രെയിം ഫോർമാറ്റ് ബേസ്ബാൻഡ് ലെയറിനെ കുറിച്ചാണ് പറയുന്നത്. ബേസ്ബാൻഡ് ലെയറിനകത്ത് എന്താണ് ചെയ്യുന്നത്, ഓരോ ടൈം സ്ലോട്ടിനനുസരിച്ചാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ TDMA ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ്, അതായത് രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവ് ചെയ്യാൻ സെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അറ്റ് എ ടൈം പറ്റില്ല. അപ്പോൾ അതിനകത്ത് 2 ഫിസിക്കൽ ലിങ്ക്സ് ആണ്, SCQയും ACL ലിങ്ക്സും ആണ്. ഇനി ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറയുന്നത് ബേസ്ബാൻഡ് ലെയറിനകത്ത് 3 ടൈപ്പ് ഫ്രെയിം ഫോർമാറ്റാണ് ഉള്ളത്. 1 സ്ലോട്ട്, 3 സ്ലോട്ട് ആൻഡ് 5 സ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 625 US ആണ് ടൈം വരുന്നതാണ് ഒരു സ്ലോട്ട്. അത് 625 മൈക്രോ സെക്കൻഡ് വരുന്നതാണ് ഒരു സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
ഇൻ വൺ സ്ലോട്ട് ഫ്രെയിം, അപ്പം വൺ സ്ലോട്ട് ഫ്രെയിമിലാണെങ്കിൽ എന്താണ് 259 മ്യൂസ് ഈസ് നീഡഡ് ഫോർ ഹോപ്പിംഗ് ആൻഡ് കൺട്രോൾ മെക്കാനിസംസ്. അപ്പം 259 മ്യൂസ് ആണ് കൺട്രോൾ മെക്കാനിസത്തിനും ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ ഒരു ഡിവൈസ് അടുത്ത ഡിവൈസിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകേണ്ട സമയം. അതാണ് ഹോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേണ്ടത് 259 മ്യൂസ് ആണ്. ദിസ് മീൻസ് ദാറ്റ് വൺ സ്ലോട്ട് ഫ്രെയിംസ് ക്യാൻ ലാസ്റ്റ് ഓൺലി 366 മ്യൂസ്. അപ്പം 366 മ്യൂസിൽ മാത്രമേ വൺ സ്ലോട്ട് ഫ്രെയിം നിൽക്കുള്ളൂ. ഓക്കെ. ഇനി 3 സ്ലോട്ട് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സ്ലോട്ട്സിലാണ് അത് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്താണ് വരുന്നത്? 3 സ്ലോട്ട്സ് എന്ന് പറയുമ്പം അതായത് 259 ആണ് ഹോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ടോട്ടൽ എത്ര വരും? 16 മ്യൂസ് ആണ് ഒരു 3 സ്ലോട്ട് ഫ്രെയിംസിനകത്ത് വരുന്നത്. ഓക്കെ. അപ്പം ആ ഹോപ്പിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 മ്യൂസ് ആണ് വരുന്നത്. ഇനി 5 സ്ലോട്ട് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2866 മ്യൂസ് ആയിരിക്കും 5 സ്ലോട്ട് ഫ്രെയിംസിനകത്ത് വരുന്നത്. ഓക്കെ. ഇനി ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറയുമ്പം ഇതാണ് അതിൻ്റെ ഫ്രെയിം ഫോർമാറ്റ്. നിങ്ങൾ 3 ഫ്രെയിം ഫോർമാറ്റിനകത്ത് 3 ടൈപ്പ് ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചാൽ മതി. ഓരോന്നും എത്ര മ്യൂസ് ആണ് ലാസ്റ്റ് ചെയ്യുന്നതെന്നും പഠിക്കുക. ഓക്കെ. ഇനി ഫ്രെയിം ഫോർമാറ്റിനകത്ത് വരുന്നത് ഇതാണ് അതിൻ്റെ ഫ്രെയിം ഫോർമാറ്റ്. ഓക്കെ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആക്സസ് കോഡ് ഉണ്ട്, ഹെഡർ ഉണ്ട്, ഡാറ്റ ഉണ്ട്. ഓക്കെ. ആക്സസ് കോഡ് ഉണ്ട്, ഹെഡർ ഉണ്ട്, ഡാറ്റ ഉണ്ട്. നമ്മൾ ഹെഡറിനെ വീണ്ടും എത്രയാക്കി തിരിക്കുന്നു? 5 തിരിക്കുന്നു. അഡ്രസ്സ്, ടൈപ്പ്, FAS. ഓക്കെ. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു 72 ബിറ്റ് ഫീൽഡാണ്. അതിനകത്ത് സിങ്ക്രണൈസേഷൻ ബിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ. പിന്നെ എന്താണ്? പ്രൈമറി ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഡാറ്റയും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് സിങ്ക്രണൈസേഷൻ ബിറ്റ് ഉണ്ട് 70 ആക്സസ് കോഡ്. അപ്പോൾ നിങ്ങളോട് ബേസ് ബാൻഡ് ലെയറിൻ്റെ ഫ്രെയിം ഫോർമാറ്റ് ചോദിക്കും. അപ്പോൾ ബേസ് ബാൻഡ് ലെയറിൻ്റെ ഫ്രെയിം ഫോർമാറ്റാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പം അതിനകത്ത് ഇത്ര ഫീൽഡുകളുണ്ട്, ഇങ്ങനെയാണ് ഫീൽഡുകൾ എന്ന് പഠിക്കാം. ഓക്കെ. ആക്സസ് കോഡിനകത്ത് 72 ഫീൽഡ്സ് ആണുള്ളത്. സിങ്ക്രണൈസേഷൻ ബിറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? പ്രൈമറിയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഡാറ്റയും ഉണ്ടാവും ആക്സസ് കോഡ്. അടുത്ത ഹെഡറാണ്. ഹെഡർ എന്ന് പറയുന്നത് 54 ബിറ്റാണ് ഹെഡർ. 54 ബിറ്റാണ് ഹെഡർ. ഓക്കെ. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഹെഡറിനകത്ത് അഡ്രസ്സ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, F ബിറ്റ്, ഇത് F ആണ്, F ബിറ്റ് ഉണ്ട്, A ബിറ്റ് ഉണ്ട്, S ബിറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ഒരു HECയും കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മളിവിടെ കാണുന്നില്ല. ഒരു HECയും കൂടെ ഉണ്ട്. ഓക്കെ. ഇവിടെ HECയും കൂടെ ഉണ്ട്, നമ്മളിവിടെ കാണുന്നില്ല. അപ്പോൾ അഡ്രസ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ഫീൽഡാണ്. അപ്പോൾ ആകെ 54 ആണുള്ളത്. അതിനകത്ത് അഡ്രസ് ബിറ്റ് 3 ബിറ്റാണ്. എന്താണ്? അപ്പോൾ 7 സെക്കൻഡറീസിന് ഡിഫൈൻ ചെയ്യുന്നതാണ് അഡ്രസ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ് 0 ആണെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്ന് അയച്ചാൽ എല്ലാത്തിലേക്കും ഒരേപോലെ പോകും. അല്ലെങ്കിൽ ഓരോന്നും തമ്മിൽ സെപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് എന്നാൽ ഒരെണ്ണത്തിൽ നിന്ന് അയച്ചാൽ എല്ലാത്തിലേക്കും ഒരേപോലെ പോകുന്നതാണ് ബ്രോഡ്കാസ്റ്റ്. ഇനി ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? 4 ബിറ്റ് ഫീൽഡാണ്. അത് എങ്ങനെ ഡാറ്റ വരുന്നു എന്നുള്ളതാണ്. ഡിഫൈൻസ് ടൈപ്പ് ഓഫ് ഡാറ്റ കമ്മിങ് ഫ്രം അപ്പർ ലെയേഴ്സിൽ നിന്ന് എങ്ങനെ ഡാറ്റ വരുന്നു എന്നുള്ളതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. F ബിറ്റ് എന്ന് പറയുന്നത് 1 ബിറ്റ് ഫീൽഡാണ്. അത് ഫ്ലോ കൺട്രോളിന് വേണ്ടിയുള്ളതാണ്. F ബിറ്റ് 1 ബിറ്റ് ഫീൽഡാണ്. അത് ഫ്ലോ കൺട്രോളിന് വേണ്ടിയുള്ളതാണ്. അപ്പം F ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഫ്രെയിംസിനെ ഇനി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ A ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ബിറ്റ് ഫീൽഡാണ്. അക്നോളജ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. അക്നോളജ്മെൻറ്റ് നമുക്കറിയാം എന്താണ്? നമുക്ക് ഓരോ ഫ്രെയിംസ് വരുമ്പോൾ അത് കിട്ടിയെന്ന് നമ്മൾ അറിയിക്കുന്നതാണ് അക്നോളജ്മെൻറ്റ്. ഓക്കെ. പിന്നെ S ബിറ്റ് എന്ന് പറയുന്നത് സബ് ഫീൽഡ് സീക്വൻസ് നമ്പറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ ഫ്രെയിംസിന് സീക്വൻസ് നമ്പറിന് വേണ്ടിയുള്ളതാണ് S ബിറ്റ്. പിന്നെ HEC എന്ന് പറയുന്നത് ഹെഡ് എറർ കറക്ഷനാണ്. HEC എന്ന് പറയുന്നത് ഹെഡ്, ഇവിടെ ഒരു ഫീൽഡും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫീൽഡും കൂടെ ഉണ്ട്. അത് HEC ആണ്. HEC എന്ന് പറയുന്നത് എന്താണ്? ഹെഡർ എറർ കറക്ഷന് വേണ്ടിയുള്ളതാണ്. എറർ കറക്ഷനും ഡിറ്റക്ഷനും വേണ്ടിയുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇതിനകത്ത് ഡാറ്റ വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് പേലോഡാണ്. പേലോഡ് എന്ന് പറയുന്നത് ഡാറ്റ ഓർ
എറർ കൺട്രോൾ ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ എറർ കൺട്രോൾ ഇൻഫർമേഷൻസ് വരുന്നതാണ് പേലോഡ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്നത് പ്രോട്ടോക്കോളാണ് L2 CAP പ്രോട്ടോക്കോൾ. നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഫിഗറിനകത്ത് കണ്ടിരുന്നു L2 CAP പ്രോട്ടോക്കോൾ. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്, ബ്ലൂടൂത്തിൻ്റെ ലെയേഴ്സാണ്. റേഡിയോ ലെയർ പറഞ്ഞ് ബേസ് ബാൻഡ് ലെയറിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബേസ് ബാൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിലാണ് ഈ ഫ്രെയിം ഫോർമാറ്റ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് L2 CAP കേട്ടോ, L2 CAP ലെയറാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന പ്രോട്ടോക്കോളാണ് L2 CAP ലെയർ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് അഡാപ്ഷൻ പ്രോട്ടോക്കോളാണ് L2 CAP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. L2 CAP എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ലിങ്ക്, 2 L വരുന്നതാണ് L2 CAP. ഇത് നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ സബ് ലെയറിന് ഈക്വലൻ്റ് ആണ്. അത് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന ACL ലിങ്ക് വഴിയാണ് നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ L2 CAP SCQ ചാനൽസ് ഉപയോഗിക്കുന്നില്ല. L2 CAPനകത്ത് ACL ലിങ്ക്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, SCQ ചാനൽസ് ഉപയോഗിക്കുന്നില്ല. ഇത് 16 ബിറ്റ് ലെങ്ത് ആണ്, 16 ബിറ്റ് ലെങ്ത് ആണ് പ്രോട്ടോക്കോള്. ഡാറ്റ എന്ന് പറയുന്നത് 65535 ബൈറ്റ്സ് വരെ ആകാം. അതിനകത്ത് ചാനൽ ID ഉണ്ട്. വിർച്വൽ ചാനൽ, നമ്മൾ ഉപയോഗിക്കുന്ന വിർച്വൽ ചാനലിൻ്റെ ID റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചാനൽ ID. പിന്നെ എന്താണ്, ഓക്കെ, L2 CAPനകത്ത് 2 സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ട്. L2 CAPന് 2 സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ട്, മൾട്ടിപ്ലെക്സിങ്ങും സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. പിന്നെ സ്പെസിഫിക് രണ്ടല്ല, L2 CAPന് സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്, പിന്നെ സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി ഉണ്ട്, ക്വാളിറ്റി ഓഫ് സർവീസ് ഉണ്ട്, ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ അതായത് ബ്ലൂടൂത്തിനുള്ളിലെ മൾട്ടിപ്ലെക്സിങ്ങും സെഗ്മെൻറ്റേഷനും ക്വാളിറ്റി ഓഫ് സർവീസും ഗ്രൂപ്പ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആര്, L2 CAP എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ സൈഡിലും റിസീവർ സൈഡിലും ഡാറ്റ സെൻഡ് ചെയ്യുമ്പം കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം L2 CAP ഡു മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ സെൻറ്റർ സൈറ്റ് ഇറ്റ് ആക്സെപ്റ്റ്സ് ദ ഡാറ്റ ഫ്രം വൺ അപ്പർ ലെയർ പ്രോട്ടോകോൾ ദെൻ ഡെലിവർ ദം ടു ബേസ് ബാൻഡ് ലെയർ. At the receiver side, accept the frame from the baseband layer and extract the data and delivers it to the appropriate. അപ്പോൾ മൾട്ടിപ്ലെക്സ് എന്ന് പറയുന്നത് വെച്ചാൽ സെൻറ്റർ സൈഡിനകത്ത് അപ്പർ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ, സെൻറ്റർ സൈഡിനകത്ത് അപ്പർ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ എന്ത് ചെയ്യും, ബേസ് ബാൻഡ് ലെയറിലോട്ട് കൊടുക്കും, ബേസ് ബാൻഡ് ലെയറിലോട്ട് കൊടുക്കും. റിസീവർ സൈഡിൽ ലോവർ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ കൺവേർട്ട് ചെയ്തിട്ട് ബേസ് ബാൻഡ് ലെയറിലോട്ട് കൊടുക്കും. അതാണ് മൾട്ടിപ്ലെക്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി എന്ന് പറയുന്നത് മാക്സിമം സൈസ് ഓഫ് ദ പേലോഡ്, നമുക്ക് വരുന്ന മാക്സിമം സൈസ് ഓഫ് പേലോഡ് അതിൽ ഡാറ്റ എന്ന് പറയുന്നത് 2774 ബിറ്റ്സ് ആയിരിക്കും. ബേസ് ബാൻഡ് ലെയറിനകത്ത് വരുന്നത് 2774 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, സെഗ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റർ സൈഡിനകത്ത് അത് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്, റിസീവർ സൈഡിനകത്ത് അതിനെ റീഅസംബിൾ ചെയ്തിട്ടാണ് മുകളിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സെഗ്മെൻറ്റേഷനും റീഅസംബ്ലിയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂടൂത്തിനകത്ത് ബെസ്റ്റ് എഫേർട്ട് സർവീസ്, അതായത് ബ്ലൂടൂത്ത് ഡിഫോൾട്ട്, അതായത് ബെസ്റ്റ് ഏറ്റവും നല്ല സർക്കംസ്റ്റാൻസസിൽ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതാണ്. അപ്പം നമ്മുടെ സർവീസിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആര്, L2 CAP എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ്. ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പം ഒരു ഗ്രൂപ്പായിട്ടാണ് വരിക. അപ്പം ബിറ്റ്വീൻ ആ ഒരു ഡിവൈസസ് തമ്മിൽ എന്ത് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുന്നതാണ് L2 CAP എന്ന് പറയുന്നത്. ലോജിക്കൽ അഡ്രസ്സിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ബ്ലൂടൂത്തിൻ്റെ ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ബ്ലൂടൂത്ത് എന്താണ്, അതിൻ്റെ ആർക്കിടെക്ചർ, പൈക്കോനെറ്റ്, സ്കാറ്റർനെറ്റ്. പിന്നെ വരുന്നത് ബ്ലൂടൂത്തിൻ്റെ ലെയേഴ്സാണ്. അതിനകത്ത് റേഡിയോ ലെയേഴ്സ്, ബേസ് ബാൻഡ് ലെയർ, പിന്നെ L2 CAP പ്രധാനമായിട്ടും വരുന്നുണ്ട്. L2 CAPൻ്റെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ പഠിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്തത് സെല്ലുലാർ ടെലിഫോണിയാണ്. ഓക്കെ, സെല്ലുലാർ ടെലിഫോണി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, അതായത് ഈ മൊബൈൽ ഫോണിനകത്തേക്കുള്ള നെറ്റ്വർക്കും അതിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് സെല്ലുലാർ ടെലിഫോണി എന്ന് പറയുന്നത്. ഇത് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്, മൂവിങ് യൂണിറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സെല്ലുലാർ ടെലിഫോണി എന്ന് പറയുന്നത്. ഓക്കെ,
മൂവിങ് യൂണിറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സെല്ലുലാർ ടെലിഫോണി അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷൻസ് എന്ന് പറയും. ഇനി ടു മേക്ക് ദിസ് ട്രാക്കിംഗ്, അപ്പോൾ നമുക്ക് എന്താണ് മൂവിങ് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് പോസിബിൾ ആണെന്ന് വെച്ചാൽ സെല്ലുലാർ സർവീസസ് ആർ ഏരിയാസ് ഡിവൈഡ് ഇൻറ്റു, അപ്പോൾ സെല്ലുലാർ ഏരിയാസ് അല്ലെങ്കിൽ ഒരു സെല്ലുലാർ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ റീജിയൻസ് ആക്കി തിരിക്കും. സെല്ലുലാർ ടെലിഫോണിക്കകത്ത് സെല്ലുലാർ സർവീസ് ഏരിയയായി നമ്മൾ എന്ത് ചെയ്യും, സ്മോൾ റീജിയൻസ് ആക്കി തിരിക്കും. അതിന് നമ്മൾ സെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഓരോ സെല്ലിനകത്തും ആൻറ്റിനാസ് ഉണ്ടാവും. അപ്പം ഒരു സോളാർ അല്ലെങ്കിൽ AC പവേർഡ് നെറ്റ്വർക്ക് സ്റ്റേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആൻറ്റിനാസ് ഓരോ സെല്ലിനകത്തും ഉണ്ടാവും. നോട്ട് ചെയ്ത് നോക്കുക, സെൽസ് ഓരോ സെല്ലിനകത്തും ആൻറ്റിനാസ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് സ്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. ബേസ് സ്റ്റേഷൻസ്. ഓരോ ബേസ് സ്റ്റേഷനകത്തും ഈസ് കൺട്രോൾഡ് ബൈ സ്വിച്ചിങ് ഓഫീസ്. അപ്പോൾ ഓരോ ബേസ് സ്റ്റേഷനും കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചിങ് ഓഫീസ് വഴിയാണ്. അതിന് നമ്മൾ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ ആദ്യം സെൽസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് എന്തുണ്ടാവും, ഒരു നെറ്റ്വർക്ക് സ്റ്റേഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നു. ഓരോ ബേസ് സ്റ്റേഷനും കൺട്രോൾ ചെയ്യുന്ന എന്താണ്, ഒരു മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററാണ്. ഓക്കെ. അപ്പോൾ സെൽസ്, BS, MSC. ഓക്കെ. ഇനി ഈ MSC കോർഡിനേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓൾ ദ ബേസ് സ്റ്റേഷൻസ് ആൻഡ് ദ ടെലിഫോൺ സെൻട്രൽ ഓഫീസസ്. അപ്പം ഈ MSC ആണ് ബേസ് സ്റ്റേഷൻസിനെയും ടെലിഫോൺ സെൻട്രൽ ഓഫീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാണ്, MSC ആണ്. MSC എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. അപ്പം അത് കോൾസ് കണക്ട് ചെയ്യാനും കോൾസ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനും ബില്ലിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുന്ന ആരാണ്, MSC ആണ്. അപ്പോൾ സെല്ലിൻ്റെ സൈസ് ഫിക്സ്ഡ് അല്ല, അത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഒരു ഏരിയയുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഡിക്രീസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. അതിൻ്റെ ടിപ്പിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് 1 to 12 MI ആണ്. അപ്പം ഹൈ ഡെൻസിറ്റി ഏരിയാസിലാണെങ്കിൽ മോർ ആയിരിക്കും. ജിയോഗ്രഫിക്കൽ സ്മോളർ സെൽസ്. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി, അതായത് ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് ആ സെൽസിൻ്റെ എണ്ണം വരിക. ഓക്കെ. ഇനി ഫ്രീക്വൻസി റീയൂസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, in general, neighboring cells cannot use the same set of frequencies for communication because it may be create interference for the users. അതായത് നൈബറിങ് സെൽസ്, തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് സെൽസ് തമ്മിൽ സെയിം നെറ്റ്വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റർഫറൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സെയിം ഫ്രീക്വൻസീസ് ഉപയോഗിക്കുന്നത് ഇൻ്റർഫറൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഫോർ ദ however the set of frequencies available is limited. എന്നിരുന്നാലും നമുക്ക് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ്, അപ്പം സെയിം ഫ്രീക്വൻസീസ് അടുത്ത് തന്നെ നിന്ന് ഉപയോഗിച്ചാൽ ഇൻ്റർഫറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് എന്താണ്, സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഫ്രീക്വൻസീസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനെന്ത് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ. ഒരു സ്റ്റേഷൻ, ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്റ്റേഷനുണ്ട്. അത് ഒരു മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് ആ സ്വിച്ചിങ് സെൻറ്ററാണ് ബേസിക് സ്റ്റേഷനായിട്ട് ഇതിനെ അല്ലെങ്കിൽ സെല്ലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്രീക്വൻസി റീയൂസ് പാറ്റേൺ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഫ്രീക്വൻസി റീയൂസ് റീയൂസ് പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ N സെൽസ് എന്ന് പറയുന്നത് നോക്കുക, ഫ്രീക്വൻസി റീയൂസ് പാറ്റേൺ ഈസ് എ കോൺഫിഗറേഷൻ ഓഫ് N സെൽസ്. അപ്പം N being the reuse factor in which each cell uses a unique set of frequencies. അപ്പോൾ ഓരോ സെല്ലിനും അല്ലെങ്കിൽ കുറച്ച് സെൽസിന് ഇന്ന ഫ്രീക്വൻസീസ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റീയൂസ് ഫാക്ടർ വെച്ചിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇത്ര സെൽസ് ഈ ഒരു ഫ്രീക്വൻസീസ് ഉപയോഗിക്കുക, വേറെ സെൽസ് ഈ ഒരു ഫ്രീക്വൻസീസ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഫ്രീക്വൻസി റീയൂസിങ് ഫാക്ടർ എന്ന പറഞ്ഞ കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഈ ഫിഗറിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ദ നമ്പർ ഓഫ് സെൽസ് ഡിഫൈൻസ് ദ പാറ്റേൺ. അപ്പം ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു 1 2 3 4, അതായത് ഇതിനകത്ത് ഇപ്പം റീയൂസിങ് ഫാക്ടർ 4 ആണ്. അതായത് നൈബറിങ് സെൽസ് എല്ലാം കൂടെ 4. ഇപ്പോൾ എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇത്രയും സെൽസ് ഈ ഒരു രീതിയിലുള്ള ഫ്രീക്വൻസിങ് പാറ്റേൺ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെൽസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ഈ ട്രാൻസ്മിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം.
നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. The cells with the same number in the pattern can use the same set of frequencies. ഒരു പാറ്റേണിനകത്ത് സെയിം നമ്പർ ഉണ്ടെങ്കിൽ സെയിം ഫ്രീക്വൻസി പാറ്റേൺസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ റീയൂസിങ് സെൽസ് എന്നാണ് പറയുന്നത്. സെയിം പാറ്റേൺസ് ഉണ്ടെങ്കിൽ സെയിം ഫ്രീക്വൻസി പാറ്റേൺസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ റീയൂസിങ് സെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ട്രാൻസ്മിറ്റിംഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ടു പ്ലേസ് എ കോൾ ഫ്രം എ മൊബൈൽ സ്റ്റേഷൻ. അപ്പം നമുക്കൊരു മൊബൈൽ സ്റ്റേഷനിൽ നിന്നൊരു കോള് പ്ലേസ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമുക്കൊരു കോള് പ്ലേസ് ചെയ്യണമെങ്കിൽ ദ കോളർ എൻറ്റേഴ്സ് ദ കോഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ 10 ഡിജിറ്റ്സ് കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആൻഡ് പ്രസ് ദ സെൻഡ് ബട്ടൺ. എന്നിട്ട് നമ്മൾ കോൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ദ മൊബൈൽ സ്റ്റേഷൻ ദെൻ സ്കാൻ ദ ബാൻഡ്. അപ്പം മൊബൈൽ സ്റ്റേഷൻ എന്ത് ചെയ്യും? ആ ബാൻഡിനെ സ്കാൻ ചെയ്യും. ഓക്കെ. എന്നിട്ട് സ്ട്രോങ് സിഗ്നൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ബേസ് സ്റ്റേഷനിലേക്ക് ഇതിനെ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്പർ അയച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മളൊന്ന് സ്കാൻ ചെയ്തിട്ട് അടുത്തുള്ള സ്റ്റേഷനിലേക്ക് നമ്മളത് അയച്ചു കൊടുക്കും. ആ സ്റ്റേഷനാണ് അതിൻ്റെ MSCയിലോട്ട് അയക്കുന്നത്. MSC ആണ് ടെലിഫോൺ സെൻട്രൽ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ കോൾഡ് പാർട്ടി അവൈലബിൾ ആണെങ്കിൽ തിരിച്ച് അതിൻ്റെ കണക്ഷൻസ് വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സെല്ലുലാർ ടെലിഫോണിനകത്ത് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി ദ റിസീവർ സൈഡിൽ when a mobile phone is called, the telephone center office sends a number to the MSC. MSC searches for the location of the mobile station. അപ്പം നമ്മുടെ സെൻട്രൽ ഓഫീസ് ആ നമ്പർ MSCക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. MSC സെർച്ച് ചെയ്യും. ആ ലൊക്കേഷനകത്ത് ആ മൊബൈൽ സ്റ്റേഷൻ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ഉണ്ടെങ്കിൽ ആ സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യും? ഡാറ്റയെ ആ ക്വറി നമ്മൾ ആ സിഗ്നലിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ പേജിങ് എന്നാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ പേജിങ് എന്നാണ് പറയുന്നത്. ഓക്കെ. പേജിങ്. പിന്നെ അത്ര ടേംസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പേജിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മൊബൈൽ സ്റ്റേഷനെ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ റിങ്ങിങ് സിഗ്നൽ അയക്കും. അപ്പോൾ റിങ്ങിങ് സിഗ്നൽ അയക്കുമ്പോഴാണ് നമുക്കിവിടെ ബെല്ലടിക്കുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ. അപ്പോൾ MSC എന്ന് പറയുന്ന മൊബൈൽ സ്റ്റേഷനാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ. അപ്പം ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എ എന്ന് പറഞ്ഞ ഒരാൾ ഫോൺ വിളിക്കുവാണെങ്കിൽ എ എന്ന് പറഞ്ഞ ആൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധനം തൊട്ടടുത്തുള്ള ബേസ് സ്റ്റേഷനിലാണ് എത്തുന്നത്. ആണല്ലോ. ബേസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടുന്ന് ഈ ബേസ് സ്റ്റേഷൻ്റെ MSCയിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് അതിൻ്റെ MSCയിലോട്ടാണ് പോകുന്നത്. ഈ MSC എന്ത് ചെയ്യും? ടെലിഫോൺ സെൻട്രൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടും അല്ലേ? ടെലിഫോൺ സെൻട്രൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടും. ഈ സെൻട്രൽ ഓഫീസ് എന്ത് ചെയ്യും? അതിൻ്റെ ഈ മറ്റ് MSCകളിലേക്ക് ഇത് അയക്കും. ഈ MSCയിൽ ഏതെങ്കിലും ഈ പറഞ്ഞ സിഗ്നലിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്പറിനകത്ത് അതിനെ ഫൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ MSC ആണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ബേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് കോൾ കൊണ്ടുതരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഇനി ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മൊബൈൽ സ്റ്റേഷൻസ് മൂവ് ഫ്രം വൺ സെൽ ടു അനദർ സെൽ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സിഗ്നൽസ് എന്ത് ചെയ്യും? വീക്ക് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? സിഗ്നൽ അപ്പോൾ MSC എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷൻ എല്ലാ സമയത്തും സിഗ്നൽസിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ഫ്യൂ സെക്കൻഡ്സിനും സിഗ്നൽസ് വീക്ക് ആവുന്നുണ്ടോ സ്ട്രോങ് ആണോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിഗ്നൽ ഡിമിനിഷിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ന്യൂ സെല്ലിനകത്തേക്ക് പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കും. ഓക്കെ. അപ്പം ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മൂവിങ് സ്റ്റേഷൻ മൊബൈൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെല്ല് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ എന്നാണ് ഒരു സെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് അടുത്ത സെല്ല്. ഓക്കെ. അപ്പം അങ്ങനെ പല പല സെല്ലുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പം MSC ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ early systems used hard handoff. In the hard handoff, mobile stations only communicate with the one base station. അപ്പം ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ബേസിക് സ്റ്റേഷനായിട്ട് മാത്രമേ മൊബൈൽ സ്റ്റേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പം ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് മൂവ് ചെയ്താൽ അവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടായി പോകും.
കാരണം അടുത്ത MSC ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒറ്റ MSC ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ MSCയുടെ റേഞ്ച് കഴിയുമ്പോൾ ആ മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ മൊബൈൽ നെറ്റ്വർക്ക് നമുക്ക് കട്ടായി പോകും. ഇനി സോഫ്റ്റ് ഹാർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ മൊബൈൽ സ്റ്റേഷൻസ് ആയിട്ട് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കറൻ്റ്ലി ഏത് സെല്ലിലിരിക്കുന്നോ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഈ ഒരു സെല്ലിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് സംസാരിച്ച് ഇപ്പുറത്തെ സെല്ലിലോട്ട് പോകുന്നു വിചാരിക്കാം. അപ്പോൾ ഇതിനിവിടെ ഒരു MSC ഉണ്ടാവും, ഇതിനിവിടെ ഒരു MSC ഉണ്ടാവും. അപ്പം നമ്മൾ കറൻ്റ്ലി ഏത് സെല്ലിലിരിക്കുന്നോ അവിടുത്തെ MSC ആയിട്ട് കണക്ഷൻസ് നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ആ റേഞ്ച് കട്ടാകാതെ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ a mobile station can communicate with 2 base stations at the same time. This means that during handoff the mobile station can continue with no. അപ്പം നമ്മൾ ഹാൻഡ് ഓഫ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ റേഞ്ച് വീക്കറായി പോകാമെന്നാണ്. വീക്കറായി പോകുന്ന സമയത്ത് പുതിയ ബേസ് സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. പിന്നെ റോമിംഗ് എന്ന് പറയുന്നത് എന്താണ്? One feature of cellular telephony is roaming. Roaming means the user can have access communication or can be reached there in is coverage. A service is provided usually limited coverage. അപ്പം നമ്മുടെ കവറേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും. നമുക്കപ്പോൾ കവറേജ് ഇല്ലാത്ത വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുക. അതാണ് റോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ തേർഡ് ജനറേഷൻ സെല്ലുലാർ ടെലിഫോണിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ജനറേഷനകത്ത് വോയിസ് കമ്മ്യൂണിക്കേഷൻ അനലോഗ് സിഗ്നൽസ് വഴിയായിരുന്നു. പിന്നെ അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺസ് AMPS ആണ് സെല്ലുലാർ സിസ്റ്റത്തിനകത്തെ ഒരു ലീഡിങ് അനലോഗ് സെല്ലുലാർ സിസ്റ്റമാണ് AMPS കേട്ടോ. മൊബൈൽ ഫോൺ അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സിസ്റ്റംസ്. ഓക്കെ, അതിനകത്ത് FDMA ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 800 MHz ആയിരുന്നു. അതിനകത്ത് 2 അനലോഗ് ചാനൽസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അതൊക്കെ വായിച്ച് നോക്കുക കേട്ടോ. പിന്നെ സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ്റെ കേസാണ് ഇതിനകത്ത് പറഞ്ഞത്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹയർ ക്വാളിറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ, വോയിസ് കമ്മ്യൂണിക്കേഷനാണ് സെക്കൻഡ് ജനറേഷൻ. ഇതിനകത്ത് സെക്കൻഡ് ജനറേഷനകത്ത് നമ്മൾ ഡിജിറ്റൈസ്ഡ് വോയിസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 3 ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. GSM, AMPS, CDMA. ഓക്കെ, അത് 3 കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. AMPS നമ്മൾ പറഞ്ഞു അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സിസ്റ്റമാണ് AMPS. അപ്പം DIMPS ആണ് നമ്മൾ സെക്കൻഡ് ജനറേഷനകത്ത് ഉപയോഗിക്കുന്നത്. നിങ്ങളതൊക്കെ വായിച്ച് നോക്കണം. പിന്നെ GSM നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലോബൽ സിസ്റ്റം GSM ഫോർ കമ്മ്യൂണിക്കേഷൻ. ഗ്ലോബൽ സിസ്റ്റം ഫോർ കമ്മ്യൂണിക്കേഷനാണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് GSM. അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. സെക്കൻഡ് ജനറേഷൻ ടെക്നോളജി, മൊബൈൽ ഫോൺ ടെക്നോളജിക്ക് അത് ഉപയോഗിക്കുന്നതാണ്. ഇത് 2 ബാൻഡ്സ് ഉണ്ട്. ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു ബാൻഡ് 25 MHz ആണ്. അപ്പോൾ ഓരോ ബാൻഡിനും 124 ചാനൽസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, 124 ചാനൽസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ ഒക്കെ വായിച്ചു നോക്കണം. അപ്പോൾ സെല്ലുലാർ ടെലിഫോണി എന്താണ്, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞാൽ തേർഡ് ജനറേഷനാണ്. തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ടെലിഫോണി റിഫേഴ്സ് ടു കോമ്പിനേഷൻ ഓഫ് ദി ടെക്നോളജീസ്. അതായത് പല ടെക്നോളജീസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ തേർഡ് ജനറേഷനകത്ത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ സ്മോൾ പോർട്ടബിൾ ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എവിടെ ചെന്നാലും എങ്ങനെയും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പേഴ്സൺസിനെ ഡൗൺലോഡ് ചെയ്യാൻ മൂവീസ് വാച്ച് ചെയ്യാൻ പറ്റും, മ്യൂസിക് കേൾക്കാൻ പറ്റും, ഗെയിംസ് പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് തേർഡ് ജനറേഷൻ കൺസെപ്റ്റ്. അത് 1992 സ്റ്റാർട്ട് ചെയ്തത്.
ഇൻ്റർനെറ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് അതിൻ്റെ ഓക്കെ. അപ്പോൾ ഇത് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 1992 ITU ആണ് ഇഷ്യൂ ചെയ്തത്. അതിനെ നമ്മൾ ബ്ലൂ പ്രിൻ്റ് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. IMT 2000 എന്നാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വോയിസ് ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും, ഡാറ്റ റേറ്റ് കൂടുതലായിരിക്കും, പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സെക്യൂർ സ്വിച്ച് നെറ്റ്വർക്ക്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാൻഡ് വിഡ്ത്ത് 2 MHz ആണ്. പിന്നെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ മൊബൈൽ തൊട്ട് ഇപ്പോഴത്തെ മൊബൈൽ വരെ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഓരോരോ മൊബൈൽസ് എന്ന് പറയുന്ന ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ മൊബൈൽസ് ഫസ്റ്റ് ജനറേഷൻ മൊബൈൽസ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ജനറേഷനായി, പിന്നെ തേർഡ് ജനറേഷനായി, അങ്ങനെ. ഓക്കെ. ഇപ്പോൾ തേർഡ് ജനറേഷനകത്ത് എന്താണ് പല ടൈപ്പ് റേഡിയോ ഇൻ്റർഫേസസ് വരുന്നുണ്ട്. IMT DS വരുന്നുണ്ട്, IMT MC വരുന്നുണ്ട്, IMT TC വരുന്നുണ്ട്, IMT SC വരുന്നുണ്ട്, IMT FT വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചുമ്മാ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തും അതിൻ്റെ ചാനൽസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക കേട്ടോ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കില്ല. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സെല്ലാ ടെലിഫോണി എന്നായിരിക്കും ചോദിക്കുക. അപ്പം അതിന് ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. കാരണം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എല്ലാ ടോപ്പിക്കും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയാണ് ടോപ്പിക്ക്. നിങ്ങളിതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് നിങ്ങൾ ഇത് വായിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നതും ഞാൻ PDF തരാം, PDF കൂടെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യുക.